മൾട്ടി ബാഗറാകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന യാത്രയിലെ ഇന്നത്തെ ചാർട്ട് അനാലിസിസിന് വേണ്ടി എടുത്തിരിക്കുന്ന സ്റ്റോക്കാണ് വിശ്വനി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് നിലവിൽ 2020 മുതൽ അപ് ട്രെൻഡിലാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാം, 2020 മുതൽ കൃത്യമായിട്ട് അപ് ട്രെൻഡിലേക്കാണ്. ഓക്കെ, അതിന് മുന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബേസിക് ഫണ്ടയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ബേസിക് ഫണ്ട ഈ പറയുന്ന സ്റ്റോക്ക് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് 47 രൂപ 25 പൈസയിലാണ്. ഇതിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ CAGR 106%, അതുപോലെ തന്നെ ഇയർ ടു ഡേറ്റ് 70%, 6 മന്ത്സ് 51%, കഴിഞ്ഞ 3 മാസമായിട്ട് -3.79 ആണ്. പക്ഷേ കഴിഞ്ഞ ഒരു വീക്കായിട്ട് 2.36% ഇത് CAGR തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്ട്രെങ്ത് വീക്ക്നെസ് അനാലിസിസിലോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇംപ്രഷൻ ഇവിടെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി ചെക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അതും ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഡേറ്റ അനുസരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു. വാല്യുവേഷൻ അനുസരിച്ച് നല്ല ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇപ്പോൾ പോകുന്നത്. ടെക്നിക്കൽ പരമായിട്ടും ഇതിപ്പം ഒരു ബുള്ളിഷ് രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 50 പോയിന്റ്സ് ഒക്കെയാണ് ബുള്ളിഷ് രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് 59 ഉണ്ട്, അതായത് ഏകദേശം ഒരു നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ്നെസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ നമുക്കിതിന് നേരെ ചാർട്ട് അനാലിസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം, ഇത് വീക്ക്ലി ചാർട്ടാണ്. ഇപ്പോൾ ഇതൊരു ഇവിടെ നമ്മളൊരു സപ്പോർട്ട് നിയറസ്റ്റ് പ്രൈസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിയറസ്റ്റ് നമ്മൾ സപ്പോർട്ട് വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സപ്പോർട്ട് ലൈൻ അടുത്ത് തന്നെ ഏകദേശം വന്നിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഞാൻ വരച്ച് നോക്കുകയാണ് എങ്കിൽ ഏകദേശം ഇതെങ്ങനെ വരും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിതെടുത്തു. ഓക്കെ, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ലൈൻ നമുക്ക് വേണം ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇത് 2020 കോവിഡിന് ശേഷം നല്ല അപ് ട്രെൻഡിൽ മുകളിലേക്ക് പോയിരിക്കുന്നതാണെന്ന് കൃത്യമായിട്ട് കാണാം. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഇങ്ങനെ ഉണ്ടാക്കി ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് ചെറിയൊരു കൺസോളേഷൻ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ പറയുന്ന ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ ഉണ്ടാക്കി ഇത് മുകളിലേക്ക് വീണ്ടും കയറിപ്പോയിരിക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഒരു ഹയർ ഹൈ ഉണ്ടാക്കി ഒരു ഹയർ ലോ ആണിപ്പം വന്നിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് നേരെ മുകളിലേക്ക് കയറി പോകാനാണ് ചാർട്ട് വന്ന ആ ഒരു രീതി അനുസരിച്ച് കൂടുതൽ സാധ്യത. സോ ഇത് ഇവിടുന്ന് കയറി പോകുന്നതിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ എൻട്രി നമുക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കേണ്ട ആവശ്യമുണ്ട്. സോ ഞാനിവിടെ എവിടെയാണ് സപ്ലൈ സോൺ അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ എവിടെയാണെന്നുള്ളത് ഞാനിന്ന് കൃത്യമായിട്ട് വരയ്ക്കാൻ പോകുന്നു. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിമാൻഡ് സോൺ ഉള്ളത്. ഈ ഒരു ഏരിയ ഒരു സെക്കൻഡ്, ഈ ഒരു ഏരിയ നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സപ്ലൈ സോണായിട്ട് ഇവിടെ കാണാം. സെക്കൻഡായിട്ട് വരുന്ന സപ്ലൈ സോൺ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ സൈഡിൽ വെക്കാം. അതുപോലെ തന്നെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്തു നിന്നും ഫസ്റ്റ് റെസിസ്റ്റൻസിലേക്ക് 26%ഓളം നിലവിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റിൽ നിന്നും സെക്കൻഡ് ടാർഗറ്റിലേക്ക് ഏകദേശം ഒരു 23%ഓളം അവിടെയും പ്രോഫിറ്റ് ഗ്രോത്ത് അവിടെ കാണിക്കുന്നുണ്ട്. മീൻസ് അത്രയും പൊട്ടൻഷ്യൽ അവിടെ കാണിക്കുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും, വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിനകത്ത് നാരോ റേഞ്ച് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് കാണാം, കഴിഞ്ഞ 3 വീക്കായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഒറ്റ ഒരു റേഞ്ചിനകത്ത് നിന്ന് തന്നെയാണ് നിലവിൽ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ കൃത്യമായിട്ട് കാണാം, വോളിയത്തിൻ്റെ നല്ല സ്പൈക്കുകൾ നിലവിൽ കാണുന്നുണ്ട്. സെല്ലേഴ്സ് അത്ര ആക്റ്റീവായിട്ട് ഇതിൻ്റെ ഒരു ഏരിയയിലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ നിങ്ങൾക്കൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല ഒരു വോളിയം സ്പൈക്ക് എല്ലാ സൈഡിലും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടങ്ങളിലെല്ലാം കാണാം വോളിയം സ്പൈക്ക് കാണാം. പക്ഷേ സെല്ലേഴ്സ് അത്ര ആക്റ്റീവ് അല്ല. എന്ന് വെച്ചാൽ സെല്ലേഴ്സ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, സെല്ലേഴ്സ് അത്ര ആക്റ്റീവ് അല്ല. അതായത് നല്ല ഒരു ബയേഴ്സ് ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന അതേ ഒരു സ്ട്രെങ്തിൽ സെല്ലേഴ്സിന് നമുക്ക് കാണാൻ പറ്റില്ല. അതും നല്ലൊരു ശുഭലക്ഷണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഈ 2 കേസാണ് ഞാൻ നോക്കിയത്. ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ആണ്. ഡിമാൻഡ് സോണിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇതൊരു നാരോ റേഞ്ചിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സാധാരണത്തിൽ നാരോ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് തരുന്നതായിട്ടാണ് എൻ്റെ എക്സ്പീരിയൻസ്. സോ ഇതിനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നല്ല ഒരു
മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങളുടെ ചാർട്ടിലേക്ക് ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്യുക. ഇത് പോക്കറ്റ് സൈസിലുള്ള സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. നിലവിൽ 48 രൂപ മാത്രമേ ഇതിനുള്ളൂ. സോ ഇത് അത്യാവശ്യം വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. അപ്പോൾ എല്ലാവരും താല്പര്യമുള്ള ആളുകൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. താങ്ക്